ഇവിടെ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളും അതോടൊപ്പം തന്നെയുള്ള ഇവിടെ വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഈ പ്രോജക്റ്റ് നമ്മൾ വിദ്യാലയങ്ങളിൽ ഔഷധ ഉദ്യാനം എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രോജക്റ്റിൽ കേരള സംസ്ഥാനത്തിലെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പല ഉദ്ഘാടന ചടങ്ങുകളിലെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ചാണ് ഈ വിദ്യാലയങ്ങളിൽ ഒരു ഔഷധ ഉദ്യാനം എന്ന പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടിപ്പം 2017 നമ്മൾ ഈ പ്രോജക്റ്റ് കുറേ കൂടെ വിപുലീകരിച്ചുകൊണ്ട് അപ്പോൾ ആ ഒരു ആദ്യം തുടങ്ങിയ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ പൊതുസ്ഥലങ്ങൾ അതോടൊപ്പം തന്നെ കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ളൊരു പരിപാടിയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ രണ്ടാം ഘട്ടത്തിൽ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UP സെഷൻ മുതൽ മുകളിലോട്ടുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലക്ഷ്യം. ഇതുമായിട്ട് ധാരാളം പേര് നമ്മളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. മന്ത്രിമാർ, MLA മാർ, അതേപോലൊക്കെ തന്നെ സെലിബ്രിറ്റികൾ, ഇവരെല്ലാം തന്നെ സുരേഷ് ഗോപി അവറുകൾ, മുകേഷ് അവറുകൾ, മിനു മോഹൻ, ഇതേപോലെയുള്ള സെലിബ്രിറ്റികളെല്ലാം തന്നെ നമ്മളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. മിനിസ്റ്റർമാരായാലും ധാരാളം പേര്. ഇപ്പം കഴിഞ്ഞ ആഴ്ച നടന്നൊരു പ്രോഗ്രാമിനകത്ത് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണിയായിരുന്നു കരുനാഗപ്പള്ളിയിൽ പ്രോഗ്രാം പങ്കെടുത്തത്. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ പിന്നെ K ബാബു തൃപ്പൂണിത്തറ MLA കഴിഞ്ഞ ആഴ്ച ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇനിയും വരുന്ന പ്രോഗ്രാമുകളിലെല്ലാം തന്നെ ഇതേപോലൊക്കെ തന്നെ ഈ നാഗാർജുനയുടെ ഈ ഒരു പ്രോജക്റ്റിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വിവിധ തുറകളിലുള്ള ആൾക്കാർ നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. കാര്യം ഔഷധ സസ്യങ്ങൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അപ്പം 5000 വർഷങ്ങൾക്ക് പഴക്കമുള്ള ഈ ആയുർവേദ എന്ന ശാസ്ത്രത്തെ അതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരേണ്ടതൊരു ബാധ്യത നാഗാർജുനയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു പ്രചരണ പരിപാടി നാഗാർജുന നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ദേവാരണ്യം എന്ന് പറയുന്നൊരു പദ്ധതി നമ്മൾ നടത്തി വരുന്നുണ്ട്. ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമാണ്. ഈ ദേവാരണ്യം പദ്ധതികളിൽ പ്രധാനം എന്ന് വെച്ചാൽ നക്ഷത്രവനങ്ങൾ വെച്ചുപിടിപ്പിക്കുക. 27 നാളുകളിലെ നാളുകൾക്കുള്ള നക്ഷത്രങ്ങളിലെ വനങ്ങൾ, ആ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന ദേവാരണ്യം എന്ന് പറയുന്ന പദ്ധതിയും നമ്മൾ ഈ പ്രോജക്റ്റിനോടൊപ്പം തന്നെ നമ്മൾ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ സമൂഹത്തിൽ ഔഷധസസ്യങ്ങളുടെയും അതേപോലൊക്കെ തന്നെ ആയുർവേദത്തിൻ്റെയും പ്രചരണത്തിനുള്ള ഒരു പ്രതിബദ്ധതയാണ് നാഗാർജുന നടപ്പാക്കി വരുന്നത്. ആരോഗ്യരക്ഷയ്ക്ക് നാഗാർജുന. ആയുർവേദത്തിന്റെ ഔഷധശക്തി.